വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പോൾ ഓർത്താണ് 7 മണിയാകുമ്പോൾ ഒരു ലൈവൊക്കെ ചെയ്യണം. അത്യാവശ്യം കൂട്ടാനും കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം ചേട്ടൻ കൊഞ്ചും കൊണ്ടുവന്നു, പച്ചക്കൊഞ്ച്. തീർന്നില്ലേ, ലൈവിൻ്റെ പ്ലാനൊക്കെ കഴിഞ്ഞു. ലൈവ് ഇടുന്നത് നമ്മുടെ വീഡിയോസിന് റീച്ച് ഇല്ലാത്തത് കൊണ്ട് വാച്ച് അവർ കംപ്ലീറ്റ് ആകണമെങ്കിൽ ലൈവ് ഇടണം, അങ്ങനെയാണ് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടാതെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ അങ്ങനെ കൊഞ്ചുതീയൽ വെക്കുകയാണെങ്കിൽ പച്ചക്കൊഞ്ചാണ്. ചേട്ടന് തേങ്ങ തിരുമാനും സവോളയാണ് കേട്ടോ, കൊച്ചുള്ളിയില്ല, സവോള അരിയാനും തേങ്ങാപ്പിര വറക്കാനും ഒക്കെയുള്ള ജോലി ഞാൻ ഏൽപ്പിച്ചു. ഞാൻ മാറി നിന്ന് കൊഞ്ച് പൊളിക്കുകയാണ് കേട്ടോ. അങ്ങനെ കൊഞ്ചൊക്കെ പൊളിച്ച് എല്ലാം വൃത്തിയാക്കി കഴുകി എടുത്തപ്പോഴത്തേക്കിനും തേങ്ങ വറുത്തു, സവോളയൊക്കെ അരിഞ്ഞു, ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് ചേട്ടന്. ബാക്കി ഞാൻ പിന്നെ അങ്ങ് ഏറ്റെടുത്തു. തേങ്ങ വറുത്തതിന് അതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, അങ്ങനെയുള്ള മഞ്ഞൾപ്പൊടി, ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നല്ലതായിട്ട് ചൂടാക്കി അരച്ച് എടുക്കണം. അങ്ങനെ അരച്ചെടുത്ത് നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വഴറ്റിന് അതിലോട്ട് തക്കാളിക്ക് ഇട്ടു. ഈ അരച്ചെടുത്ത അരപ്പ് ഇനി ഈ സവോളയും ഒക്കെ വഴേണ്ടതിന് അതിലോട്ട് ഇട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി ആവശ്യത്തിന് വെള്ളമൊക്കെ ആക്കി അങ്ങനെയാണ് നമ്മൾ റെഡിയാക്കുന്നത്. നിങ്ങളെങ്ങനെയാണ്? ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ. ഉപ്പിടണം, അത്യാവശ്യമാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, അതൊക്കെ നമ്മൾ സാധാരണമായിട്ട് ഇടുന്നതാണ്. കൂടാതെ നമ്മുടെ തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ അതിനകത്ത് വെള്ളം ചേർക്കാതെയാണ് ഞാൻ അരച്ചെടുത്തത്. അതുകൊണ്ട് നല്ല ഡാർക്ക് കളറാണ്. വെള്ളം ചേർത്ത് പോയാൽ ആ ഡാർക്ക് കളർ അത്ര കിട്ടത്തില്ല കേട്ടോ. പിന്നെ സവോള ഇഞ്ചിയും ഇതെല്ലാം വഴറ്റി കഴിയുമ്പോൾ അതിനകത്തോട്ട് ആ കൊഞ്ച് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് വഴറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ കൊഞ്ച് കറി റെഡിയാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരൂടെ കഷ്ടപ്പെട്ടാണ് ഈ കൊഞ്ചുതീയൽ വെച്ചത്. അടിപൊളിയായിരുന്നു. വേറെ ആർക്കും കൊടുത്തൊന്നുമില്ല, ഞങ്ങൾ തന്നെ കഴിച്ചിട്ട് സൂപ്പറായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് ചേട്ടൻ്റെ ഭാഗത്തു നിന്നും എനിക്ക് കിട്ടിയത്. ആദ്യത്തെ സവോള അരിയിൽ തേങ്ങ ചിരകലൊക്കെ ചേട്ടനാണെങ്കിലും ബാക്കി അതിനകത്ത് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തത് ഞാനാണ് കേട്ടോ സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മുടെ കൊഞ്ച് കറി റെഡി ആയിരിക്കുകയാണ്, കണ്ടില്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്താം കേട്ടോ. അപ്പോൾ ബൈ.